ഹായ് ഓൾ അസ്സലാമലൈക്കും. ഞങ്ങൾ കസിനായിട്ടുള്ള അമീന്റെയും ഫിദയുടെയും കല്യാണത്തിന് ഫറൂഖ് ആംബിയൻസ് ഓഡിറ്റോറിയത്തിൽ പോയതാണ് ഇന്ന്. കുറേ നാള് കൂടി കാണാതിരുന്ന കുറേ പേരെ ഇന്ന് കാണാൻ പറ്റിട്ടോ. മണവാളന്റെയും മണവാട്ടിന്റെയും കൂടെ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ നേരെ നല്ല ബിരിയാണിയും ബീഫ് വരട്ടിയതും റോസ്റ്റഡ് ചിക്കനും ഒക്കെ കഴിക്കാനാണ് പോയത്. ആംബിയൻസ് ഓഡിറ്റോറിയത്തിന്റെ പുറത്തേക്ക് ഇറങ്ങിയാൽ കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്പോട്ട് കാണാൻ പറ്റും കേട്ടോ. പേര് പോലെ തന്നെ നല്ല ആംബിയൻസ് ഉള്ള ഓഡിറ്റോറിയം ആയിരുന്നു അത് കഴിഞ്ഞ് ഈവനിങ് ആയപ്പോൾ കാലിക്കറ്റ് ബീച്ചിലേക്ക് പോവാന്ന് നമ്മൾ പ്ലാൻ ചെയ്തു. കാലിക്കറ്റ് ബീച്ച് ഇപ്പോൾ അടിപൊളിയാണല്ലേ. മൊത്തത്തിൽ അതിന്റെ മുഖച്ഛായ തന്നെ മാറി എന്ന് പറയാം. പണ്ട് പല പല ഇടത്തിലായി ഉണ്ടായിരുന്ന ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഇപ്പൊ നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരേപോലത്തെ ഒരേ ലൈനിലുള്ള ഷോപ്പുകളാണ്. ഓരോ ഷോപ്പുകളിലും ഞങ്ങൾ കയറി ഇറങ്ങിട്ടോ. പിന്നെ ആദ്യമേ തന്നെ നമ്മൾ ഐശ്വര്യതിയാണ് കഴിച്ചത്. എപ്പോൾ പോകുമ്പോഴും ഞങ്ങൾ ഐശ്വര്യതി ഒന്ന് ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. അതൊരു മസ്റ്റ് ട്രൈ ആയിട്ടാണ്. അപ്പം ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ട് ഓരോ ഷോപ്പിലും പോയി. ഒരു ഷോപ്പിൽ പോയിട്ട് കല്ലുമ്മക്കായും കൂന്തൾ നിറച്ചതും ഈ കാടമുട്ടയുടെ മസാലയും ഒക്കെ കഴിച്ചിട്ടോ. പിന്നെ നൈറ്റ് കാലിക്കറ്റ് ബീച്ച് കാണാൻ വേറെ തന്നെ രസമാണ്. അവിടുത്തെ കാറ്റും ലൈറ്റും ആ ഒരു വൈബും ഒക്കെ ആസ്വദിച്ച് ചായയും കുടിച്ച് ഒരു കല്ലുമ്മക്കായും കഴിച്ച് അവിടെ ഇങ്ങനെ നടക്കാൻ വേറെ തന്നെ ഒരു വൈബാണ് കേട്ടോ. അപ്പൊ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടോ ആ ഒരു എക്സ്പീരിയൻസ്. അവിടെ തന്നെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യവും ഇപ്പോൾ അവിടെ ഉണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നല്ല ഹോട്ട് ചോക്ലേറ്റ് മക്കൾക്കൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് നമ്മൾ അവിടെ തന്നെ കുറേ നേരം ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു. പിന്നെ അവിടെ തന്നെ മക്കൾക്ക് ഒരു സൈഡിലായിട്ട് പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ അതിൻ്റെ സൈഡിലായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ അതും മക്കളൊക്കെ എക്സ്പ്ലോർ ചെയ്തു. നല്ല രസമായിരുന്നു കേട്ടോ അതൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു നൈറ്റ് ആയപ്പോഴത്തേക്കാണ് വീട്ടിലേക്ക് മടങ്ങിയത്. അപ്പോൾ ഓക്കെ, ബൈ.